ഹലോ ജീനിയസ് കമ്മ്യൂണിറ്റി. സോ ഇപ്രാവശ്യത്തെ GAB അനൗൺസ് ചെയ്തു. GABയിലെ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്കറിയാം. ഫിസിക്സിൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിൻ ആൻഡ് ലോസ് ഓഫ് മോഷൻ. സോ നമുക്ക് 3 ചാപ്റ്റേഴ്സുകളാണ് ഈ ഒരു GABക്ക് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് വേണ്ടത്. സോ അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ 3 ചാപ്റ്റേഴ്സ് നമുക്ക് എങ്ങനെ പഠിച്ചു കൊണ്ടുപോകാം. അപ്പോൾ അതൊന്ന് ഞാൻ നിങ്ങളൊന്ന് ഈ ഒരു 3 ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സോ ഈ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് നമ്മൾ സ്പീഡ് വെലോസിറ്റിയെ പറ്റിയാണ്. എന്നാൽ നമ്മുടെ ഒരു എക്സാംസിൻ്റെ ഒരു പാറ്റേൺ നോക്കുന്ന സമയത്ത് കൂടുതൽ ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് ആവറേജ് സ്പീഡ് ആൻഡ് ആവറേജ് വെലോസിറ്റി റിലേറ്റഡ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ ആവറേജ് സ്പീഡ് പഠിക്കുന്ന സമയത്ത് ടൈം ആവറേജും ഡിസ്റ്റൻസ് ആവറേജും പഠിക്കുന്നുണ്ട്. സോ അതിൻ്റെ ഇക്വേഷൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ പ്രാക്ടീസ് ചെയ്ത എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യണം. ദെൻ നമ്മൾ നേരെ കിടക്കുന്നത് മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ്റെ സെക്കൻഡ് പോയിന്റ്. അതായത് സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കൈനമാറ്റിക് ഇക്വേഷൻസാണ്. അതായത് നമ്മൾ പഠിക്കുന്ന 9ാം ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്ന ഇക്വേഷനാണ് V = U + AT = UT + half t², V² = U² + 2as. ആ ഇക്വേഷനുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യങ്ങൾ, വളരെ ഡയറക്റ്റ് ചോദ്യങ്ങൾ വരെ റീസെൻ്റ് ആയിട്ട് ജയിലിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ നേരെ കിടക്കുന്നത് ഈ ഒരു കൈനമാറ്റിക് ഇക്വേഷൻ്റെ ആപ്ലിക്കേഷൻ ലെവലിൽ ഉണ്ടാകുന്ന മോഷൻ അണ്ടർ ഗ്രാവിറ്റി, അവിടുത്തെ ചോദ്യങ്ങൾ. അതായത് കൈനമാറ്റിക് ഇക്വേഷൻസിലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസുകളാണ് വന്നിരിക്കുന്നതെങ്കിൽ മോഷൻ അണ്ടർ ഗ്രാവിറ്റിയിൽ കുറച്ചും കൂടി ചലഞ്ചിങ് ആയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തിട്ടുണ്ട് ഫേസ് ചെയ്തിട്ടുണ്ട്. ദെൻ 4ാമത്തെ പാർട്ടായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിനെ തിരിക്കുകയാണെങ്കിൽ ഗ്രാഫാണ്. ഈ ചാപ്റ്ററിലാണ് കൂടുതൽ ഗ്രാഫ് റിലേറ്റഡ് ആയി നിങ്ങൾ പഠിക്കുന്നത്. പൊസിഷൻ ടൈം, വെലോസിറ്റി ടൈം, അതേപോലെ ആക്സലറേഷൻ ടൈം ഗ്രാഫ്, ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ്, ഏരിയ, അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഈ ചാപ്റ്റർ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഗ്രാഫ് ഒരു ഏരിയ ആക്കി എടുക്കുക, മോഷൻ ഗ്രാവിറ്റി ഒരു ഏരിയ ആക്കി എടുക്കുക, അതേപോലെ കൈനമാറ്റിക് ഇക്വേഷൻസ് ഒരു ഏരിയ ആക്കി എടുക്കുക, അതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, ആവറേജ് സ്പീഡ്, ആവറേജ് വെലോസിറ്റി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിന് ഈ 4 ഏരിയകളാക്കി നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, അതിൽ ഓരോ ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുക, വന്നിരിക്കുന്ന PYQs നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ അങ്ങ് കീറി മുറിച്ച് അങ്ങ് പഠിച്ചോളാം. ദെൻ വി ക്യാൻ മൂവ് ടു മോഷൻ ഇൻ എ പ്ലെയിൻ. മോഷൻ ഇൻ എ പ്ലെയിനിൽ വരുന്ന സമയത്ത് നമ്മൾ വെക്ടറിന് ഇൻട്രൊഡക്ഷനാണ്. വെക്ടർ അഡീഷൻ, വെക്ടർ സബ്ട്രാക്ഷൻ. ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. വെക്ടർ അഡീഷൻ, വെക്ടർ സബ്ട്രാക്ഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ദെൻ അതിനുശേഷം നേരെ കിടക്കുന്ന റിലേറ്റീവ് വെലോസിറ്റിയാണ്. റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ളത് നിങ്ങൾ സെപ്പറേറ്റ് പഠിക്കണം കേട്ടോ. കാരണം 1 ഡയമെൻഷനിൽ നിങ്ങൾ റിലേറ്റീവ് വെലോസിറ്റി പഠിക്കുന്നുണ്ട്, ആൻഡ് ഓൾസോ 2 ഡയമെൻഷനിൽ റിലേറ്റീവ് വെലോസിറ്റി പഠിക്കുന്നുണ്ട്. ഈ 2 ഡയമെൻഷൻ റിലേറ്റീവ് വെലോസിറ്റിയിലാണ് നമ്മൾ റെയിൻമാൻ പ്രോബ്ലം, അതേപോലെ തന്നെ റിവർ ക്രോസിംഗ് പ്രോബ്ലം പഠിക്കുന്നത്. അതേപോലെ നമ്മൾ ഓവർടേക്കിംഗ് കണ്ടീഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പഠിക്കുന്നുണ്ട്. അതായത് ഓൾസോ റിമെമ്പർ എസ്കലേറ്റർ പ്രോബ്ലംസ്. ഇത് ഞാനിങ്ങനെ പ്രോബ്ലംസ് ആയിട്ട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടൈപ്പ് ചോദ്യങ്ങൾ ഇവിടെ വരാറുണ്ട്. റെയിൻമാനിൽ വരാറുണ്ട്, എസ്കലേറ്റർ പ്രോബ്ലത്തിൽ വരാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ടോപ്പിക്സുകൾ നിങ്ങൾ റിലേറ്റീവ് വെലോസിറ്റി എന്നുള്ളൊരു ടോപ്പിക്കിനെ അണ്ടറിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതിനുമായി വന്നിരിക്കുന്ന PYQs പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ നേരെ കിടക്കുന്നത് 2 ഡയമെൻഷനിൽ ഉണ്ടാകുന്ന ഇക്വേഷൻസാണ്. കൈനമാറ്റിക് ഇക്വേഷൻസിന് നമ്മൾ X ആക്സിലും Y ആക്സിലും 2 ആക്സിൽ സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതിന് നേരെ നമ്മൾ ചാടുന്ന പ്രൊജക്റ്റൈൽ മോഷനിലേക്കാണ്. പ്രൊജക്റ്റൈൽ മോഷൻ എന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഷിഫ്റ്റിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ പ്രൊജക്റ്റൈൽ മോഷനിലാണ്. ബേസിക് ഇക്വേഷൻസ് ആയ ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച് ആൻഡ് മാക്സിമം ഹൈറ്റ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് പല തവണ റേഷ്യോ ടൈപ്പുള്ള നിങ്ങൾ പറയണം ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കാണാൻ റേഷ്യോ ടൈപ്പ് ആയിരിക്കും. അതായത് 2 ആളുകളുടെ ആംഗിൾ തരും, ഹൈറ്റിൻ്റെ റേഷ്യോ, ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ റേഷ്യോ, റേഞ്ചിൻ്റെ റേഷ്യോ, അല്ലെങ്കിൽ ഇയാളുടെ ആംഗിൾ ഇത്രയാണെങ്കിൽ മറ്റേ ആൾ ആംഗിൾ ഇത്രയായിരിക്കും. അങ്ങനത്തെ ടൈപ്പ് ഉണ്ടാകുന്ന റേഷ്യോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് എവിടെ കാണുന്നത്, നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷനിൽ കാണുന്നത്. ദെൻ വി ആർ എൻ്ററിങ് ടു സർക്കുലർ മോഷൻ. സർക്കിൾ കറങ്ങണമെങ്കിൽ ഫോഴ്സ് വേണം. സെൻട്രിപെറ്റൽ ഫോഴ്സിനെ പറ്റി പഠിക്കുന്നു, സെൻട്രിപെറ്റൽ ആക്സലേഷനെ പറ്റി പഠിക്കുന്നു, അതേപോലെ ടാൻജൻഷ്യൽ ആക്സലേഷനെ പറ്റി പഠിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു അവിടെ ഫോക്കസ് ചെയ്യുന്നു. സോ മോഷനെ പ്ലെയിനെ നമ്മൾ വെക്ടർ അഡീഷൻ സബ്ട്രാക്ഷനിലേക്ക് കൊണ്ടുപോകുന്നു, റിലേറ്റീവ് വെലോസിറ്റി കൊണ്ടുപോകുന്നു, 2 ഡയമെൻഷൻ ഇക്വേഷൻസിലേക്ക് മാറ്റുന്നു, ദെൻ പ്രൊജക്റ്റൈൽ മോഷനിൽ പോകുന്നു, നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു സർക്കുലർ മോഷനിലേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച എല്ലാ ചോദ്യങ്ങളും അതിൽ റിവൈസ് ചെയ്യുക. അതിന് പുറമെ നിങ്ങൾ ലാസ്റ്റ് ഇയർ വന്നിരിക്കുന്ന PYQs ഒന്നും കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ ഏത് ചോദ്യം GABക്ക് വന്നാലും നിങ്ങൾക്ക് സ്കോർ ചെയ്യുന്നതിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ദെൻ നമുക്ക് GABക്കുള്ള അവസാന ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. ശരിക്കും ലോസിനെ പറ്റി നമ്മൾ പഠിക്കുന്നില്ലേ, ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. ഈ 3 ലോയും പഠിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുന്നത്. ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്നാണ് ശരിക്കും നമുക്ക് ഇക്വേഷൻസ് വരുന്നത്. F = ma അല്ലെങ്കിൽ F = v × dm/dt. ഈ 2 റിലേഷൻസ് വെച്ചുള്ള ഡയറക്റ്റ് ചോദ്യങ്ങൾ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അവിടെ ഡയറക്റ്റ് ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, 1 ഡയമെൻഷനിലെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കൈനമാറ്റിക് ഇക്വേഷൻസും മാറ്റി കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ എവിടെ വരാറുണ്ട്, ലോസ് ഓഫ് മോഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ നേരെ പോകുന്നത് ഇങ്ങോട്ടൊക്കെ ലോസ് ഓഫ് മോഷനാണ്. സ്ട്രെയിറ്റ് ലൈനും പ്ലെയിനും തമ്മിൽ കണക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സ്ട്രെയിറ്റ് ലൈനും ലോസ് ഓഫ് മോഷനും തമ്മിൽ കണക്ട് ചെയ്യുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് വരാറുണ്ട്. ദെൻ നമ്മൾ നേരെ പോകുന്നത് ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ബോഡി മൂവ് ചെയ്യുന്ന കണ്ടീഷൻസിനെ പറ്റി പറയുന്നു. ഇൻക്ലൈൻഡ് സർഫസിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇൻക്ലൈൻഡ് സർഫസിൽ ഒരു ബോഡിയെ മൂവ് ചെയ്യിക്കാനുള്ള ഫോഴ്സ്, അതേപോലെ തന്നെ ഇൻക്ലൈൻഡ് സർഫസിൽ ഒരു ബോഡി വെച്ചാൽ അത് താഴത്തേക്ക് വരുന്നതിൻ്റെ ആക്സലറേഷൻ, അങ്ങനത്തെ റിലേറ്റഡുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
പുള്ളി സിസ്റ്റം പ്രോബ്ലംസ് പഠിക്കും. ഇവിടെ പ്രോബ്ലംസ് ലോസ് ഓഫ് മോഷൻ ശരിക്കും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പ്രോബ്ലംസ് ആക്കിയാണ് പഠിക്കുന്നത്. പുള്ളി ടൈപ്പ് പ്രോബ്ലംസ്, കണക്റ്റഡ് ബോഡി, അതായത് പുള്ളിങ് ടൈപ്പ് ഉണ്ട്, പുഷിംഗ് ടൈപ്പ് ഉണ്ട്. ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസുകളൊക്കെ നമ്മൾ ട്രിക്ക് ഉപയോഗിച്ചാൽ പഠിച്ചിരിക്കുന്ന ആ ട്രിക്സ് ഒക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. നോർമൽ മെത്തേഡ് നമുക്കറിയാം, അതിൻ്റെ പുറമെ തന്നെ ട്രിക്സ് വിത്തിൻ 10 സെക്കൻഡ്സിലൊക്കെ നിങ്ങൾക്ക് വളരെ ലെങ്തി ആയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ള ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട്. ടെൻഷൻ ട്രിക്സ് നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണ്? ഫ്രിക്ഷനിലേക്കാണ്. അതിനിടയിൽ കുറേ ലിഫ്റ്റ് പ്രോബ്ലംസ്, അപ്പാരന്റ് വെയിറ്റിൻ്റെ കോൺസെപ്റ്റ്, അതേപോലെ മങ്കി പ്രോബ്ലംസ്, ഇതൊക്കെ പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മാൻ കേജ് പ്രോബ്ലം, ഇതൊക്കെ പ്രോബ്ലം എന്നുള്ള നമ്മൾ ഹെഡിങ് കൊടുത്താൽ ശരിക്കും പഠിപ്പിച്ചു. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ഇങ്ങനെ നിങ്ങൾ അപ്രോച്ച് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ദെൻ നമ്മൾ നേരെ ഫ്രിക്ഷനിലേക്ക് പോകുന്നത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ കോർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്രിക്ഷനാണ്. അപ്പോൾ ലോസ് ഓഫ് മോഷൻ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഫ്രിക്ഷൻ വരെയുള്ള ടോപ്പിക്, അല്ലെങ്കിൽ ഫ്രിക്ഷൻ. ഇതിൽ നിന്ന് ഈ ഒരു ഒന്നെങ്കിൽ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ നോർമലി വരാറുള്ളത്. അപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് എല്ലാ ഏരിയാസും നന്നായിട്ട് പഠിക്കുക. കാരണം നമുക്ക് പിന്നെയും ഇത് റിവൈസ് ചെയ്ത് ഓർക്കണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന് അതിൻ്റേതായ രീതിയിൽ ഭംഗിയിൽ പീസാക്കി പ്രോബ്ലംസ് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്കിത് പിന്നെയും റിവൈസ് ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആവും. സോ നിങ്ങൾ ഈ ഒരു GABയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ 3 ചാപ്റ്റേഴ്സിന് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസുകളും വർക്കൗട്ട് ചെയ്യുക. ആൻഡ് ഓൾസോ റിമെമ്പർ, ഇതിനുമായി ബന്ധപ്പെട്ട PYQs നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? ഇങ്ങനെയാണ് നിങ്ങൾ ചാപ്റ്റർ പഠിച്ച് മുന്നോട്ടേ കൊണ്ടുപോകുന്നത് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, സാർ ഇത് അടിപൊളിയാണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫിസിക്സ് ഒന്ന് മുന്നോട്ടേ കൊണ്ടുപോയി നോക്കൂ, മാക്സിമം ക്വസ്റ്റ്യൻസ് കൂടെ കൊണ്ടുപോയി നോക്കൂ, നിങ്ങൾക്ക് GAB അടിപൊളിയായിരിക്കും. സോ ഓൾ ദ വെരി ബെസ്റ്റ് ഗൈസ്. ആൻഡ് റിമെമ്പർ, ഓഗസ്റ്റ് 30 നമ്മുടെ എക്സാം. അടിപൊളിയായിട്ട് എക്സാം എഴുതണം. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.